ക്ലാസ്സിലാണെങ്കിൽ അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് PCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് 13 അതുപോലെ യൂണിറ്റ് 14 യൂണിറ്റ് 13 അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ബേസിക് കൺസെപ്റ്റ്സ്. എന്താണ് അമാൽഗമേഷൻ? അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഉള്ള കമ്പനികൾ മെർജ് ചെയ്യുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയായിരിക്കും? ഒന്നുകിൽ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇക്കോണമിക് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയോ ആയിരിക്കാം. ഈ മെർജിങ്ങിൽ ഉൾപ്പെടുന്ന രണ്ടെണ്ണമാണ്. ഒന്നെങ്കിൽ രണ്ട് കമ്പനികളും ചേർന്ന് യൂണൈറ്റ് ചെയ്യുന്നതായിരിക്കാം, ഒത്തുചേർന്ന് ഒരു പുതിയ കമ്പനിയായി മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ വാങ്ങുന്നതുമായിരിക്കാം. ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്പാൻഷൻ ആയിരിക്കാം, എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കാം, ഇക്കണോമിക് സ്കെയിൽ ആയിരിക്കും, യൂട്ടിലൈസ് പേഴ്സണൽ എക്സ്പെർട്ടൈസ് ആയിരിക്കാം, ഇൻക്രീസിങ് ഫണ്ട് അവൈലബിലിറ്റി ആയിരിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും മറ്റ് അഡീഷണൽ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള അമാൽഗമേഷൻ നടത്തുന്നത്. അടുത്ത റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കിപ്പണിയാന്ന് പറയും. നമ്മളെ കമ്പനി എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സഫറിങ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോസസ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ്, അതിന് പുതുക്കിപ്പണിയുന്നതിനാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ രണ്ട് ടൈപ്പ് ഉണ്ട്: എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കമ്പനി ഡിസോൾവ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് സിമിലർ നെയിമോട് കൂടി സെയിം ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്നാൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സെയിം തന്നെയായിരിക്കും, അതിന് അകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തി അതിനെ റീഓർഗനൈസ് ചെയ്യും. എന്തെങ്കിലും ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടോ ലോസസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഓർഗനൈസേഷൻ നടത്തുന്നതിനെയാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കമ്പനി ഫോം ചെയ്യും, രണ്ടോ അതിലധികമോ കമ്പനികൾ മെർജ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാകും. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ ബൈ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കമ്പനി അതിനെ പുതുക്കി പണിയുന്നതാണ്. അപ്പം ഓരോന്ന് നോക്കാം. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനി ഫോം ചെയ്യും, അബ്സോർപ്ഷനിൽ പുതിയ കമ്പനി ഫോം ചെയ്യും, റീകൺസ്ട്രക്ഷനിൽ കമ്പനി എന്ത് ചെയ്യും? റീസ്ട്രക്ട് ചെയ്യും. Liquidation, all merging companies are liquidated. The absorbed company is liquidated. The old company undergoes liquidation. In financial position എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all companies involved have similar financial strength. The absorbing company is financially stronger. അതുപോലെ the company has suffered losses and financial weak. Objective എന്ന് പറഞ്ഞാൽ eliminate competition, expand business. Absorption to grow business and achieve economies of scale. Reconstruction to return off losses and offer real business value to shareholder. Shareholder position എന്ന് പറയുന്നത് അമാൽഗമേഷൻ. ഷെയർഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേഷൻ കമ്പനീസ് ബിക്കം ഷെയർ ഹോൾഡർ ഓഫ് ദ ന്യൂ കമ്പനി. പുതിയ കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ ആയിരിക്കും ഈ അമാൽഗമേഷൻ നടത്തിയിരിക്കുന്ന കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ പുതിയ കമ്പനിയിലെ ഷെയർ ഹോൾഡറായിട്ട് മാറും. അബ്സോർപ്ഷനിലെ ഷെയർ ഹോൾഡർ ഓഫ് ദ സെല്ലിംഗ് കമ്പനി മേ ബിക്കം ഷെയർ ഹോൾഡർ ഓഫ് ദ പർച്ചേസിംഗ് കമ്പനി. പർച്ചേസ് ചെയ്തിരിക്കുന്ന കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആവാൻ സാധ്യതയുണ്ട്. അടുത്തത് റീകൺസ്ട്രക്ഷനിൽ മോസ്റ്റ് ഷെയർ ഹോൾഡർ റിട്ടൈൻ പ്രൊപ്പോർഷണൽ ഷെയർ ഇൻ ദ ന്യൂ കമ്പനി. ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അമാൽഗമേഷൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളാണ് ട്രാൻസ്ഫർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി. അപ്പം ട്രാൻസ്ഫർ കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ അമാൽഗമേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ട്രാൻസ്ഫർ കമ്പനി എന്ന് പറയുന്നത്. ട്രാൻസ്ഫറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയിലേക്കാണോ നമ്മൾ കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ കമ്പനിയാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. അമാൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മെർജറും അമാൽഗമേഷൻ്റെ നേച്ചർ ഓഫ് പർച്ചേസും. അമാൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടോ അതിലധികമോ കമ്പനികൾ കമ്പയർ ചെയ്ത് പുതിയൊരു കമ്പനിയായിട്ട് മാറുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ അല്ലെങ്കിൽ വൺ കമ്പനി അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൽ ഈ അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജറിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് മെറ്റ് ചെയ്തതിനാലാണ് അതിന് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുക. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അഥവാ അസറ്റ്സും നമ്മളെ ട്രാൻസ്ഫറിൻ്റെ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റി എന്ത് ചെയ്യും? ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് അതെന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുപോലെ ഷെയർ ഹോൾഡർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 90% ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. നമ്മൾ ട്രാൻസ്ഫർ കമ്പനിയുടെ 90% ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും?
കമ്പനിയുടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ട് മാറും. അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ്, ഈ ട്രാൻസ്ഫർ കമ്പനിയുടെ ബിസിനസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും ബൈ ട്രാൻസ്ഫറി കമ്പനി. മെർജ് ചെയ്തതിന് ശേഷം ഈ ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. പൂളിംഗ് ഇൻട്രസ്റ്റ്, ദ അസറ്റ്, ലയബിലിറ്റി ആൻഡ് റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി ആർ റെക്കോർഡ് അറ്റ് ദെയർ എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂ ഇൻ ദ ബുക്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ദർ ഇസ് നോ ക്രിയേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്സ്. ഇവിടെ പറയുന്നത് പൂളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും അസറ്റ്സും റിസർവ്സും ഒക്കെ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂവിൽ എവിടെ ഏത് ട്രാൻസ്ഫറി കമ്പനിയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും, അവരുടെ ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും. പിന്നെ അവിടെ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവ്സിൻ്റെ ഒന്നും ക്രിയേഷൻ ഉണ്ടാവില്ല. ഇനി ഇൻറ്റൻറ്റഡ് ഫോർ ബിസിനസ് ഗ്രോത്ത്, ദ മെർജർ ഈസ് പ്രൈമർലി ഫോർ ബിസിനസ് സിനർജി എക്സ്പാൻഷൻ ഓർ മാർക്കറ്റ് അഡ്വാൻറ്റേജ് റാദർ ദാൻ ഫിനാൻഷ്യൽ ഗെയിൻ. ഇങ്ങനൊരു നമ്മൾ ഇതിൻ്റെ ബിസിനസ് ഗ്രോത്താണ് മെയിനായിട്ട് ഇതിൻ്റെ മെർജറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഗ്രോത്താണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് അമാൽഗമേഷൻ്റെ നേച്ചർ ഓഫ് മെർജറിൽ വരുന്നത്. ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കമ്പനി എ ആൻഡ് കമ്പനി ബി മെർജർ ടു ഫോം എ ന്യൂ entity company C and all asset liabilities and shareholders of the A and B part of C company. എന്ത് ചെയ്യുന്നു, കമ്പനി എയും ബിയും കൂടി പുതിയ എൻറ്റിറ്റിയായി മാറുകയാണ് കമ്പനി സി. അപ്പോൾ എന്ത് ചെയ്യും, കമ്പനി എൻ്റെയും ബിൻ്റെയും എല്ലാ ലയബിലിറ്റീസും അസറ്റും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ എന്ത് ചെയ്യും, കമ്പനി സിയിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അടുത്ത അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും, ഈ പറയുന്ന കണ്ടീഷനൊന്നും എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് മെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, ഫുള്ളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ദിസ് ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ ഒക്കേഴ്സ് വെൻ ദ കമ്പനി അക്വയർ അനദർ ബട്ട് ദ കണ്ടീഷൻ ഓഫ് മെർജർ ആർ നോട്ട് ഫുള്ളി മെറ്റ്. മെർജറിൻ്റെ കണ്ടീഷൻസ് ഫുള്ളായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിൽ വരുന്നത് അൺഈക്വൽ ഷെയർ ഹോൾഡർ കൺസിഡറേഷൻ വരും. ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പുതിയ കമ്പനിയുടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ റിസീവ് ചിലപ്പം ലഭിക്കും, ചിലപ്പം ലഭിച്ചില്ല എന്നും വരും. മേ ഓർ മേ നോട്ട് റിസീവ് ഷെയർസ്. ദേ മേ റിസീവ് ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻസ്റ്റെഡ്. ഇനി ഷെയർ ലഭിച്ചില്ല എന്നതിന് പകരം അവർ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അസറ്റായിട്ടോ അവർക്ക് കൊടുക്കുക. അസറ്റ് ആൻഡ് ലയബിലിറ്റി ട്രാൻസ്ഫർ അറ്റ് എഗ്രീഡ് വാല്യൂ. നമ്മുടെ നേരത്തെ പറഞ്ഞു അവിടെ ഫേസ് വാല്യൂവിലാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടുക. പക്ഷേ ഇവിടെ ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും എന്ത് ചെയ്യും, ട്രാൻസ്ഫറി കമ്പനിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഫെയർ വാല്യൂവിലാണ്, ബുക്ക് വാല്യൂവിലല്ല. ഇവിടെ ബുക്ക് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൽ പർച്ചേസറിൽ ഏതിലാണ്, ഫെയർ വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. ഇനി ഗുഡ് വിൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്സ്, പർച്ചേസ് പ്രൈസ് നെറ്റ് അസറ്റ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൽ ഗുഡ് വില്ലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയും ഇനി അതിനേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ കമ്പനിയുടെ ബിസിനസ് മേ ഓർ മേ നോട്ട് കണ്ടിന്യൂ, അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് കമ്പനി എക്സ് അക്വയർ കമ്പനി വൈ. കമ്പനി എക്സ് എന്ത് ചെയ്തു, കമ്പനി വൈനെ വാങ്ങി ബൈ പർച്ചേസിങ് ഇറ്റ്സ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ബട്ട് ഡസ് നോട്ട് ഇഷ്യൂ ഷെയർ ടു വൈസ് ഷെയർ ഹോൾഡേഴ്സ്. എന്ത് ചെയ്തു, കമ്പനി എക്സ് എന്ത് ചെയ്തു, വൈനെ വാങ്ങിച്ചു, എങ്ങനെ, അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും വാങ്ങിയിട്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, എക്സ് എന്ത് ചെയ്തിട്ടില്ല, വൈ എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ എന്ത് ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് പേസ് ക്യാഷ് ഓർ കൺസിഡറേഷൻ. അവരെന്ത് ചെയ്തു, അതിന് പകരം എന്ത് ചെയ്തു, ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുന്നതിന് പകരം അവർക്ക് പൈസ നൽകിയിട്ട് അവർക്ക് പണം നൽകി, ഷെയറിന് പകരം പണമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അമാൽഗമേഷൻ എന്ത് പറയും, ദിസ് ഈസ് ആൻ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയും. അടുത്ത് അസറ്റ് പർച്ചേസ്ഡ് വേഴ്സസ് ബിസിനസ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഓൺലി അസറ്റ് ആസ് അക്വേർഡ് ലയബിലിറ്റീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. അസറ്റ് മാത്രം വാങ്ങുകയും ലയബിലിറ്റീസ് അതിൽ ഉൾപ്പെടില്ല. ഇനി ബിസിനസ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ലയബിലിറ്റീസ് ആൻഡ് ട്രേഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ഇൻക്ലൂഡ് എന്തൊക്കെയുണ്ടാവും, ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. എന്നാൽ ട്രേഡ് ലയബിലിറ്റീസിൽ ആർ സ്പെസിഫിക് ടു ബിസിനസ് ഓപ്പറേഷൻ ആയിരിക്കും. അടുത്ത മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡുകൾ 2 ടൈപ്പാണ്.
pooling interest method and purchase method. Pooling interest method, asset and liabilities of the transferor company are recorded at their existing value. Existing value ആയിരിക്കും അവരുടെ ട്രാൻസ്ഫറുടെ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബുക്ക് വാല്യൂവിലായിരിക്കും, അല്ല ഫേസ് വാല്യൂവിലായിരിക്കും. അതുമാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും മെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ബുക്ക് വാല്യൂ or fair value. The transfer company record asset and liabilities transfer company either book value or fair market value, whichever is appropriate. ഇവിടെ പറയുന്ന പർച്ചേസ് മെത്തേഡിൽ ഒന്നെങ്കിൽ അവർ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂവിലായിരിക്കും അവർ ഏതാണോ അപ്രോപ്രിയേറ്റ് ഉള്ളത് ആ രീതിയിലായിരിക്കും ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യാം. ഗുഡ് വിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗുഡ് വിൽ വരും, കുറവാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. റിസർവ്സ് നോട്ട് ട്രാൻസ്ഫേർഡ്. ദ റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ആർ നോട്ട് ക്യാരിഡ് ഫോർവേഡ്. അവരുടെ റിസർവ്സ് എന്തെങ്കിലും ക്യാരിഡ് ഫോർവേഡ് ചെയ്യില്ല ട്രാൻസ്ഫർ കമ്പനിയുടെ ബുക്കിലേക്ക്. ബിസിനസ് കണ്ടിന്യൂഷൻ ഈസ് ഓപ്ഷണൽ. അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഓപ്ഷനിലാണ്. മേ ഓർ മേ നോട്ട് കണ്ടിന്യൂ ആണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഓൺ അമാൽഗമേഷൻ. മെർജർ ടൈപ്പ് റിസർവ് റിട്ടൈൻ ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. മെർജർ ടൈപ്പാണ് റിസർവ്സ് എന്ത് ചെയ്യും, റിട്ടൈൻ ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. പർച്ചേസ് ടൈപ്പിൽ റിസർവ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിഡറേഷൻ നെറ്റ് അസറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് ഓർ ഡെബിറ്റഡ് ആസ് ഗുഡ് വിൽ. ഇനി പർച്ചേസ് കൺസിഡറേഷനിൽ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ടു അക്വയറിംഗ് ട്രാൻസ്ഫർ കമ്പനി ബിസിനസ്. ദ മെത്തേഡ് ടു കാൽക്കുലേറ്റ് പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ലംസം പേയ്മെൻറ്റ് മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്, ഇൻട്രസ്റ്റിക് വാല്യൂ മെത്തേഡ് ആയിരിക്കും. ലംസം പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് പെയ്ഡ് ഫോർ ബിസിനസ് ആയിരിക്കും. നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നെറ്റ് വർത്ത് ഓഫ് അസറ്റ് ടേക്കൺ ഓവർ എക്സ്ക്ലൂഡിങ് ഫിക്ഷ്യസ് അസറ്റ്സ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ഓൾ പേയ്മെൻറ്റ് മെയ്ഡ് ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ലയബിലിറ്റീസ് ആയിരിക്കും. ഇൻട്രസ്റ്റിക് വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ ദ പർച്ചേസ് പ്രൈസ് ഈസ് ഡിറ്റർമൈനിങ് ബേസ്ഡ് ഓൺ ദ ഇൻട്രസ്റ്റിക് വാല്യൂ ഓഫ് ഷെയർസ്. ഇത്രയൊക്കെയാണ് 13 ചാപ്റ്ററിനകത്തുള്ളത്. ഇനി 14 അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞു പോയി എന്താണ് അമാൽഗമേഷൻ. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്നാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ. എത്തരത്തിലുള്ള അമാൽഗമേഷൻ ആണോ, ഏത് ടൈപ്പ് ആണോ അതനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്ഫറിയുടെ ബുക്കിൽ അക്കൗണ്ടിങ് ചെയ്യുക. ഫസ്റ്റ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ ഫോർ അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെന്നുണ്ടെങ്കിൽ the transfer company record asset and liabilities and reserves of the transfer company at their existing carrying amount. Existing carrying amount അവരുടെ ട്രാൻസ്ഫർ കമ്പനിയുടെ എന്താണ് അസറ്റും ലയബിലിറ്റിയും റിസർവ്സും ഒക്കെ റെക്കോർഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബിസിനസ് ആർ അഗ്രിഗേറ്റഡ് ഓർ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്സ് ആയിരിക്കും. അതുപോലെ റിസർവ് റിട്ടൈൻ ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. റിസർവ് എന്ത് ചെയ്യില്ല, അൺചേഞ്ച്ഡ് ആയിരിക്കും, റിമെയിൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ് ആൻഡ് ദ ഷെയർ capital of the transfer company is adjusted in reserve or profit and loss account. എന്താണ് ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ്, അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനിയുടെ തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യും, ഒന്നെങ്കിൽ റിസർവ്സിലേക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കും അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ജേണൽ എൻട്രീസിനെ നോക്കാം. ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് കൺസിഡറേഷൻ, നമ്മൾ റെക്കോർഡിംഗ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എൻട്രി വരുന്നത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ട് ടു ലിക്വിഡേഷൻ ഓഫ് ട്രാൻസ്ഫർ അക്കൗണ്ട് ബീങ് പർച്ചേസ് കൺസിഡറേഷൻ ബിക്കം ഡ്യൂ. ഇനി ഫോർ റെക്കോർഡിംഗ് അസറ്റ് ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ, നമ്മുടെ ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലയബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുമ്പം ട്രാൻസ്ഫർ കമ്പനിയിലേക്ക് അത് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക, സൺട്രി അസറ്റ് അക്കൗണ്ട് ആക്ട് ടു സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് to profit and loss account to reserves account to business purchase account. Purchase consideration being asset and liabilities taken over. എന്ത് ചെയ്തു, അസറ്റ്സും ലയബിലിറ്റീസും ടേക്കൻ ഓവർ ചെയ്യാണ്.
If assets exceed liabilities in purchase consideration, the difference is adjusted in general reserves. For payment of purchase consideration എങ്ങനെയാണ്? Liquidation of transferor company debtor to share capital account to security premium account to bank account. ഇങ്ങനെയായിരിക്കും പേയ്മെൻറ്റ് വരിക, പേയ്മെൻറ്റ് എൻട്രി വരിക. അടുത്ത ഫോർ ലിക്വിഡേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ട്രാൻസ്ഫറി കമ്പനി. ലിക്വിഡേഷൻ എക്സ്പെൻസസ് ട്രാൻസ്ഫറി കമ്പനി പേയ്മെൻറ്റ് ചെയ്തതിനാൽ വരുന്ന എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ആക്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അടുത്തത് ഫോർ ഫോർമേഷൻ എക്സ്പെൻസസ് പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ആക്റ്റഡ് ടു ബാങ്ക്. ഇനി പർച്ചേസ് മെത്തേഡ്, അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് മെത്തേഡിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരുന്നത് നോക്കാം. ഇതിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെക്കോർഡ് അറ്റ് ബുക്ക് വാല്യൂ ഓർ റിവൈസ്ഡ് വാല്യൂ ആയിരിക്കാം. ട്രാൻസ്ഫർ കമ്പനീസ് റിസർവ് എക്സ്പെക്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആർ റെക്കോർഡ് ഡെബിറ്റിംഗ് അമാൽഗമേഷൻ അഡ്ജസ്റ്റ് അക്കൗണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പർച്ചേസ് നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ കൺസിഡറേഷൻ വരികയാണെങ്കിൽ ഗുഡ് വില്ലായിട്ടും കുറവാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യാം. ഡിഫറൻസ് ജേർണൽ എൻട്രി ടു പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് വരിക? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ട് ടു ലിക്വിഡേഷൻ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഫോർ റെക്കോർഡിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഇഫ് അസറ്റ് മോർ ദാൻ ലയബിലിറ്റീസ് റെക്കോർഡ് ഗുഡ് വില്ലായിട്ട് നമ്മൾ പറഞ്ഞു. നെറ്റ് അസറ്റിനേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ റെക്കോർഡ് ഗുഡ് വിൽ. അപ്പം സൺട്രി അസറ്റ് അക്കൗണ്ട് ആക്ട്, ഗുഡ് വിൽ അക്കൗണ്ട് ആക്ട് ടു സൺട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ബീങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഇഫ് ലയബിലിറ്റീസ് മോർ ദാൻ അസറ്റ് റെക്കോർഡ് ക്യാപിറ്റൽ റിസർവ് ആയിരിക്കും. അപ്പം സൺട്രി അക്കൗണ്ട് ആക്ട് ടു സൺട്രി ലയബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്സ് ബീങ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ എൻട്രി വരിക. അടുത്ത ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ്? ലിക്വിഡേഷൻ ഓഫ് ട്രാൻസ്ഫർ അക്കൗണ്ട് ട്രാൻസ്ഫർ കമ്പനി ഡക്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം ടു ബാങ്ക്. ഇനി ലിക്വിഡേഷൻ എക്സ്പെൻസ് പെയ്ഡ് ബൈ ട്രാൻസ്ഫറി കമ്പനിയാണ് ഗുഡ് വിൽ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഫോർ ഫോർമേഷൻ എക്സ്പെൻസ് പ്രിലിമിനറി എക്സ്പെൻസ് ടു ബാങ്ക് സെയിം തന്നെയാണ്. ഫോർ അക്കോർഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എങ്ങനെയാണ്? അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആക്ട് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ്. ഇനി അക്കൗണ്ടിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫർ കമ്പനി. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ സെയിം ഫോർ ബോത്ത് മെർജർ ആൻഡ് പർച്ചേസ്. എങ്ങനെയാണ് അക്കൗണ്ടിംഗ് എൻട്രീസ് ഫോർ ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫർ കമ്പനീൻ്റെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രീസ്? ഇത്ര വരെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫറി കമ്പനീൻ്റെ ബുക്കിൽ വരുന്ന എൻട്രീസ് ആണ്. ഇത് വരുന്നതിന് ട്രാൻസ്ഫർ കമ്പനിയുടെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രീസ് വരിക എന്നുള്ളതാണ്. ഫോർ ട്രാൻസ്ഫറിങ് അസറ്റ് ടേക്കൺ ഓവർ റിയലൈസേഷൻ അക്കൗണ്ട് ആക്ട് ടു സൺട്രി അസറ്റ് അക്കൗണ്ട്. അതുപോലെ ഫോർ ട്രാൻസ്ഫറിങ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ലയബിലിറ്റീസ് അക്കൗണ്ട് ആക്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് കൺസിഡറേഷൻ റിസീവബിൾ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ആക്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഫോർ റെക്കോർഡിംഗ് റിസീവ്ഡ് പർച്ചേസ് കൺസിഡറേഷൻ ബാങ്ക് അക്കൗണ്ട് ആക്ട് ഷെയർ ഇൻ ട്രാൻസ്ഫർ കമ്പനി ഡക്ട് ടു ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട്. നമ്മളെന്താണ് പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തപ്പോഴുള്ള ട്രാൻസാക്ഷൻ എൻട്രി ആണിത്. ഫോർ സെയിൽ ഓഫ് അസറ്റ് നോട്ട് ടേക്കൺ ഓവർ ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് അക്കൗണ്ട് ആക്ട് റിയലൈസേഷൻ അക്കൗണ്ട് ആക്ട് ടു അസറ്റ് അക്കൗണ്ട്. ഫോർ ലയബിലിറ്റി നോട്ട് ടേക്കൺ ഓവർ ആൻഡ് സെറ്റിൽ സെപ്പറേറ്റ്ലി liability account act realization account act to bank if excess paid. For liquidation expense paid by transferor company realization account act to bank. If reimbursement by transferee company ആണെങ്കിൽ transferee company account act to bank account act to transferee company. For contingent liability paid ആണെങ്കിൽ realization account act to bank. For distributing profit and loss from realization account, if profit ആണെങ്കിൽ realization account act to equity shareholder, loss ആണെങ്കിൽ equity shareholder account act to realization account. സെറ്റിലിംഗ് ഇക്വിറ്റി ഷെയർഹോൾഡറിന് സെറ്റിൽ ചെയ്യുന്നതിൻ്റെ എൻട്രി ആണ് ഇക്വിറ്റി ഷെയർഹോൾഡർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് ടു ഷെയർ ഇൻ ട്രാൻസ്ഫറി കമ്പനി ബീങ് പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർഹോൾഡർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ഇൻ ട്രാൻസ്ഫറി കമ്പനി ബീങ് പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ എൻട്രീസ് വരുന്നത്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഫോർ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറി കമ്പനിക്ക് വേണ്ടി ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണ് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡിൽ. ഇല്ലുസ്ട്രേഷൻ
5.1 അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജർ ക്വസ്റ്റ്യൻ നോക്കാം. സൺ ലിമിറ്റഡ് ആൻഡ് മൂൺ ലിമിറ്റഡ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. ദേ അമാൽഗമേഷൻ ടു form S Star Limited, which taken overall asset and liabilities of both companies. Asset are assumed to be realized book വാല്യൂയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് എസ് ലിമിറ്റഡും മൂൺ ലിമിറ്റഡും ആരെടുത്തു? സ്റ്റാർ ലിമിറ്റഡിലേക്ക് അത് അമാൽഗമേഷൻ ചെയ്തു. അപ്പം അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും ടേക്കൻ ഓവർ ചെയ്തു. അപ്പം നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് 31 മാർച്ച് 2021 എസ് ലിമിറ്റഡ്, സൺ ലിമിറ്റഡിൻ്റെയും മൂൺ ലിമിറ്റഡിൻ്റെയും ബാലൻസ് ഷീറ്റ് നോക്കാം. ഇത് രണ്ടേയും ചേർന്നിട്ട് അമാൽഗമേറ്റ് ചെയ്ത് സ്റ്റാർ ലിമിറ്റഡായി മാറി. അപ്പം ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ, സൺട്രി, ക്രെഡിറ്റേഴ്സ്, ജനറൽ റിസർവ്സ് ജസ്റ്റ് നോക്കിവിടാം. ഗുഡ് വില്ല്, ഫ്രീ ഹോൾഡ് പ്രിമൈസസ്, പ്ലാന്റ് മെഷീനറി സ്റ്റോക്ക്, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. അപ്പം കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ നോക്കാം. ഗുഡ് വില്ല് രണ്ടുപേരുടെ എത്രയാണുള്ളത്? സൺട്രി സൺ ലിമിറ്റഡിൻ്റെ ഗുഡ് വില്ല് എന്ന് പറയുന്നത് 30,000, മൂൺ ലിമിറ്റഡിൻ്റെ 20,000. അപ്പം ഇതിന് രണ്ടിനും ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് എത്രയാണുള്ളത്? സൺ ലിമിറ്റഡിൻ്റെ 10,000 ഉണ്ട്, മൂൺ ലിമിറ്റഡിൽ ഒന്നുമില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്. ടോട്ടൽ അസറ്റ് വരുന്നത് എത്രയാണ്? 83,000. ഇവിടെ വരുന്നത് 52,000 ആണ്. ലെസ് എന്ത് ചെയ്യണം? നമ്മൾ സൺട്രി ക്രെഡിറ്ററിനെ ഇവിടുന്ന് ലെസ് ചെയ്യാണ്. അപ്പോൾ എത്രയാണ്? 80,000, ഇവിടെ 50,000. അങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് ലഭിച്ചു. ഇനി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സ്റ്റാർ ലിമിറ്റഡ്. സ്റ്റാർ ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് അവരുടെ ബുക്കിലുള്ള? റെക്കോർഡിംഗ് ദ പർച്ചേസ്, ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ട് ടു ലിക്വിഡേഷൻ ഓഫ് സൺ ലിമിറ്റഡ്, ടു ലിക്വിഡേഷൻ ഓഫ് മൂൺ ലിമിറ്റഡ്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ട് എത്രയാണ്? 1,30,000. ഇവിടെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ വന്നിട്ടുണ്ട് 80,000, 50,000. സൺ ലിമിറ്റഡിൻ്റെ 80,000, മൂൺ ലിമിറ്റഡിൻ്റെ 50,000 ആണ്. അപ്പം ടോട്ടൽ എത്രയാണ്? 1,30,000. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ടറിൽ 1,30,000. ടു ലിക്വിഡേഷൻ ഓഫ് സൺ ലിമിറ്റഡ് 80,000. ടു ലിക്വിഡേറ്റർ ഓഫ് മൂൺ ലിമിറ്റഡ് 50,000 വരും. അപ്പം ബീങ് പർച്ചേസ് കൺസിഡറേഷൻ റെക്കോർഡഡ്. ഇനി റെക്കോർഡിംഗ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ് വരിക? ഗുഡ് വിൽ അക്കൗണ്ട് ആക്ട്, ഫ്രീ ഹോൾഡ് പ്രിമൈസ് അക്കൗണ്ട് ആക്ടർ എത്ര എഴുതിയിട്ട് ഈ എമൗണ്ടൊക്കെ ഇവിടുത്തെ എഴുതുക. ടു സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട്, ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരിക. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെ വരിക? ലിക്വിഡേറ്റർ ഓഫ് സൺ ലിമിറ്റഡ് 80,000, ലിക്വിഡേറ്റർ ഓഫ് മൂൺ ലിമിറ്റഡ് 50,000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 1,30,000. ഇനി ബാലൻസ് ഷീറ്റ് സ്റ്റാർ ലിമിറ്റഡ് ആഫ്റ്റർ അമാൽഗമേഷൻ. അമാൽഗമേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് വരിക? ഷെയർ ക്യാപിറ്റൽ 13,000, ഷെയർ അറ്റ് ₹10 എത്രയാണ്? 1,30,000. സൺട്രി ക്രെഡിറ്റർ 5,000, ഗുഡ് വില്ല് 50,000, ഫ്രീ ഹോൾഡ് പ്രിമൈസസ് 10,000. ഇത് അവിടെയുള്ള ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. ഈ എൻട്രിയിലൂടെ നമ്മൾ അവരെന്ത് ചെയ്തു? അവരുടെ അസറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അസറ്റ്സും ലയബിലിറ്റീസ് നമ്മൾ ടേക്ക് ഓൺ ഓവർ ചെയ്തു. ഗുഡ് വില്ലൊക്കെ 50,000 എങ്ങനെയാണ് വന്നത് നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്തതാണ്. സൺ ലിമിറ്റഡിൻ്റെ 30,000, മൂൺ ലിമിറ്റഡിൻ്റെ 20,000. അങ്ങനെയാണ് ഇവിടെ 50,000 വന്നത്. അങ്ങനെയാണ് ഓരോ എമൗണ്ട് നമുക്ക് കിട്ടിയത്. രണ്ടിനെ ആഡ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് കിട്ടിയത്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ രണ്ടിനെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ചു. അങ്ങനെയാണ് 1,30,000 ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ആ കിട്ടി നമ്മൾ ടേക്ക് ഓൺ ഓവർ ചെയ്ത ഈ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ നമ്മൾ ഇവിടത്തേക്ക് എടുത്ത് എഴുതുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മളിത് ടേക്ക് ഓൺ ഓവർ ചെയ്തതാണ്. സൺട്രി ക്രെഡിറ്റേഴ്സിനെയും ഗുഡ് വില്ലും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഒക്കെ ടേക്ക് ഓൺ ഓവർ ചെയ്തതിൻ്റെ എൻട്രിയാണിത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർ ലിമിറ്റഡിൻ്റെ അമാൽഗമേഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ആ എമൗണ്ടൊക്കെ ഇവിടെ എടുത്തെഴുതി. സിമ്പിളാണ്. നോ ബാലൻസ് റിമെയിൻ ഇൻ ജനറൽ റിസർവ്സ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻ ഇല്ലുസ്ട്രേഷൻ 14.2 അനദർ എക്സാമ്പിൾ ഓഫ് അമാൽഗമേഷൻ നോക്കാം. സിനാരിയോ ക്വസ്റ്റ്യൻ വന്ന് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് അമാൽഗമേറ്റ് സി ലിമിറ്റഡ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്ത് ചെയ്തു? സി ലിമിറ്റഡിലേക്ക് അമാൽഗമേഷൻ നടത്തി. സി ലിമിറ്റഡ് ടേക്കൺ ഓവർ ദെയർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൽ സി ലിമിറ്റഡ് എന്ത് ചെയ്തു? അവരുടെ അസറ്റ്സും ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അസറ്റ് ടേക്കൺ ഓവർ ബൈ സി ലിമിറ്റഡ്, ഗുഡ് വില്ല് വന്നിട്ട് എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും
ഒക്കെ വന്നിട്ടുണ്ട്. അസറ്റ്സ് എങ്ങനെയാണ്, ലെസ് ക്രെഡിറ്റർ ആൻഡ് ബിൽസ് പേയബിൾ. അങ്ങനെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ലഭിച്ചു എത്രയാണ്? 80,000. ഇവിടെ 50,000. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സി ലിമിറ്റഡ് എങ്ങനെയാണ്? റെക്കോർഡിംഗ് ദ പർച്ചേസ് എങ്ങനെയാണ്? ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ആക്ട് 1,30,000. ടു ലിക്വിഡേറ്റർ എ ലിമിറ്റഡ് 80,000. ടു ലിക്വിഡേറ്റർ ഓഫ് ബി ലിമിറ്റഡ് 50,000. സെയിം തന്നെയാണ്, മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. സിമ്പിളാണ്, കാൽക്കുലേഷൻ ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. എല്ലാ സബ്ജക്ട്സിൻ്റെയും എന്താണ് PDF അവൈലബിൾ ആണ്. PDF എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്ട്സിൻ്റെയും ഫുൾ ചാപ്റ്റേഴ്സ് പ്ലസ് പ്രീവിയസ് പേപ്പർ സോൾവ് ചെയ്തത് അടക്കം 500 രൂപയാണ് വരുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.